Welcome back, my dear students, on a new lecture on matrix theory. So, in the previous lecture, we have discussed about a particular form called normal form to find the rank of a matrix. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഒരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമൽ ഫോം എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മെട്രിക്സിനെ കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. In this lecture, we will be discussing the second method, which is row echelon form or the row reduced echelon form. യൂഷ്വലി ഇതിനെ എക്കലോൺ ഫോം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇവ രണ്ടും വ്യത്യസ്തമായ രണ്ട് ഫോംസ് ആണ്. ഒരു മെട്രിക്സിൻ്റെ ഒരു വകഭേദമാണ് റോ എക്കലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമും. നമ്മളൊരു മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ദിസ് ഈസ് ദ തിയറി. So first, let us discuss about row echelon form. What is row echelon form? So let us discuss that with an example. Okay. Consider the example 0, 1, 2, 3, 0, 0, 1, 4, 0, 0, 0, 0. This matrix is in row echelon form. Okay, meaning a matrix is in row echelon form if the first condition is all the 0 rows, we meaning containing elements of only zeros, will be last. Or in other words, all the non-zero rows will be on the top. So, നമ്മുടെ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ സീറോ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന റോ ഇറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ്. ഓക്കെ, നോൺ സീറോ എലമെന്റ്സ് ഉള്ള റോസ് അതിന് മുകളിലാണ്. അപ്പോൾ ഇതാണ് റോ എക്കലോൺ ഫോമിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. എല്ലാ സീറോ റോസും ഒരു മെട്രിക്സിൻ്റെ ലാസ്റ്റ് മാത്രമേ വരാവൂ. അല്ലെങ്കിൽ സീറോ റോസ് എല്ലാം നോൺ സീറോ എലമെന്റ്സ് ഉള്ള റോസ് വന്നതിന് ശേഷം മാത്രമേ സീറോ മാത്രമുള്ള റോസ് വരാവൂ. അങ്ങനെയുള്ളതാണ് ശരിക്കും റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ലെറ്റ് us one more example. 1, 0, 0, 0, 0, 0, 0, 1, 2. This is not in row echelon form. കാരണം ഈ മെട്രിക്സിന്റെ സെക്കൻഡ് റോ only contains 0 entries. Okay. So ഇത് റോ എക്കലോൺ ഫോമിലാണെങ്കിൽ ദിസ് റോ ഷുഡ് ബി ഇൻ ദ ലാസ്റ്റ്. ഓക്കെ, ഇത് ലാസ്റ്റിൽ വേണമായിരുന്നു. നോൺ സീറോ റോസ് അതിൻ്റെ മുകളിൽ വേണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സോ ദിസ് മെട്രിക്സ് ഈസ് നോട്ട് ഇൻ റോ എക്കലോൺ ഫോം. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് the leading non-zero entry which is usually called pivot of a row should always be to the right of the leading non-zero entry in the rows above. This means that നമ്മൾ അപ്പോൾ സീറോ റോസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നോൺ സീറോ എലമെന്റ്സ് ഉള്ള റോസ്, ഈ നോൺ സീറോ എലമെന്റ്സിൻ്റെ അകത്ത്
എലമെന്റ്സ് ഉള്ള റോസിൻ്റെ അകത്തെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ആണ് നമ്മൾ പിവട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഇതാണ് പിവട്ട്. ഓക്കെ, ഇവിടെ ഇതാണ് പിവട്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഒരു റോയ്ക്കകത്തെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ മുമ്പത്തെ റോയ്ക്കകത്തെ പിവട്ട് എലമെന്റിന്റെ റൈറ്റ് സൈഡിൽ മാത്രമേ ഉണ്ടാകാവൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പിവട്ട് എലമെന്റ്സ് ഉള്ളത് ഫസ്റ്റ് റോ ഇതിലും സെക്കൻഡ് റോ ഇതിലുമാണ്. ഈ പിവട്ട് എലമെന്റിന്റെ റൈറ്റ് സൈഡിലാണ് അത് താഴെയുള്ള റോസിന്റെ പിവട്ട് എലമെന്റ്സ്. സോ പിവട്ട് എലമെന്റ്സ് സെയിം റോസിൽ സെയിം കോളത്തിൽ വരാൻ പാടില്ല. രണ്ട് പിവട്ട് എലമെന്റ്സ് ഒരു റോ താഴോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വേണം പിവട്ട് എലമെന്റ്സിനെ ഫിക്സ് ചെയ്യാൻ. അങ്ങനെ മാത്രമേ ഉണ്ടാകൂ. സോ ലെറ്റ് us കൺസിഡർ another എക്സാമ്പിൾ. അപ്പോൾ ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആണ്. സോ 0 1 2 3 1 0 0 0 0 0 0 0. ദിസ് ഈസ് നോട്ട് ഇൻ റോ എക്കലോൺ ഫോം. കാരണം ഇവിടുത്തെ പിവട്ട് എലമെന്റ് ഈസ് ദിസ്. ദ ലീഡിങ് നോൺ സീറോ എൻട്രി ആണ് പിവട്ട് എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇവിടുത്തെ പിവട്ട് എലമെന്റ് ആണിത്. ഈ റോസ് താഴോട്ട് വരുമ്പോൾ പിവട്ട് എലമെന്റ് ഷുഡ് ബി ഓൺ ദ റൈറ്റ്. ഹിയർ ദ സെക്കൻഡ് റോസിലെ പിവട്ട് എലമെന്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ്, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അത് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ഇൻ റോ എക്കലോൺ ഫോം. സോ താഴോട്ട് വരുമ്പോൾ റോസ് താഴോട്ട് വരുമ്പോൾ പിവട്ട് എലമെന്റ് ഷുഡ് ബി ഓൺ ദ റൈറ്റ്. ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് all the entries in the column below the leading non-zero entry should be zero. This is the next idea. അതായത് ഇവിടെ പറയുന്നത് പിവട്ട് എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൽ പിവട്ട് എലമെന്റ്സിന് താഴെയുള്ള എല്ലാ എൻട്രീസും സീറോ ആയിരിക്കണം. ഇവിടെ പിവട്ട് എലമെന്റ് ഈസ് 1, അതിന്റെ താഴെയുള്ള എൻട്രീസ് സീറോ ആണ് ആ കോളത്തില്. ഇവിടെ പിവട്ട് എലമെന്റ് ഈസ് 1, അതിന്റെ മുകളിലുള്ള എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് കൺസേൺ അല്ല, അതിന്റെ താഴെയുള്ള എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കണം. സോ ദിസ് ഈസ് ദ ഐഡിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്താൽ 1 2 3 1 2 1 ഇങ്ങനെ മെട്രിക്സ് ചെയ്താൽ ഇത് റോ എക്കലോൺ ഫോമിലല്ല. കാരണം ഇവിടുത്തെ പിവട്ട് എലമെന്റ് ഈസ് 1. 1ന്റെ താഴത്തെ എൻട്രീസ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. സോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സാധാരണ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ദ ഐഡിയ ഈസ് ദാറ്റ് നമുക്ക് ഇതിനെ റാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഐഡിയ, ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസിന്റെ എണ്ണമാണ് ഇൻ ജനറൽ റാങ്ക് ഓഫ് എ മെട്രിക്സ്. സോ ഇഫ് എ മെട്രിക്സ് ഈസ് ഇൻ റോ എക്കലോൺ ഫോം, then the number of non-zero rows should be equal to rank of the matrix. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് എക്കലോൺ ഫോമിലാണെങ്കിൽ, റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസും അതിൻ്റെ റാങ്കും എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ റാങ്ക് കണ്ടുപിടിക്കുക എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം മാത്രം കൗണ്ട് ചെയ്താൽ മതി, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിനെയാണ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. Now the second is actually row reduced echelon form. Okay, ഒരു മെട്രിക്സ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാണെന്ന് പറയണമെങ്കിൽ the first condition is the matrix should be in റോ എക്കലോൺ ഫോം. റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ആയിരിക്കണം. പ്രീവിയസ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന
എക്സ്ട്രാ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ എക്സ്ട്രാ കണ്ടീഷൻ ഈസ് ദ ലീഡിങ് നോൺ സീറോ എൻട്രി or pivot in each row should be 1. ഇതാണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന കണ്ടീഷൻ. പ്രീവിയസ്ലി നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, ലീഡിങ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണമെന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇവിടെ ലീഡിങ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് കണ്ടീഷൻ ഈസ് ദാറ്റ് ആൻഡ് ദ കോളം containing the pivot or the leading non-zero entry or 1 should only have zeros. ഇതാണ് പ്രീവിയസുമായിട്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ നമുക്ക് ഇത് എക്കലോൺ ഫോമിലാണ്. ഇവിടെ ലീഡിങ് നോൺ സീറോ എൻട്രീസ് 1 ഓക്കെ. പക്ഷെ ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലല്ല. കാരണം ഇവിടെ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന് 1ന് താഴെയുള്ള എലമെന്റ്സ് മാത്രം 0 ആയാൽ മതിയായിരുന്നു ഇവിടെ റോ എക്കലോൺ ഫോമിൽ. പക്ഷെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൻ്റെ അകത്ത് 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും എന്തായിരിക്കണം? 0. സോ ഇവിടുത്തെ ഈ 2 എന്തായിരിക്കണം? 0 ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ ലെറ്റ് us consider an example. This matrix 1 0 0 3 0 0 1 4 0 0 0 0. This matrix is in row reduced echelon form. കാരണം ഫസ്റ്റ് റോസിലെ നോൺ സീറോ എൻട്രി ഈസ് 1. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ്. 1ന് താഴെയുള്ള കോളത്തിലെ എല്ലാ എലമെന്റ്സും 0 ആണ്. ഓക്കെ, ദാറ്റ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് റോയിൽ ഇനിയും താഴോട്ട് വരുമ്പോൾ ഇത് പിവട്ട് എലമെന്റ്. സെക്കൻഡ് റോയിലെ നോൺ സീറോ എൻട്രി ദിസ് ഈസ് പിവട്ട് എലമെന്റ്. സോ സെക്കൻഡ് റോയിലെ നോൺ സീറോ എൻട്രി ഫസ്റ്റ് റോയിലെ നോൺ സീറോ എൻട്രിയുടെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, ദാറ്റ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് റോയിലെ പിവട്ട് എലമെന്റ്സിന് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0യുമാണ്. ഓക്കെ, ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രീസ് എല്ലാം 0 ആണ്. ഓക്കെ, 0 റോസ് ഏറ്റവും ലാസ്റ്റിലുമാണ് വരുന്നത്. സോ ദിസ് ഈസ് ഇൻ റോ എക്കലോൺ ഫോം ആൻഡ് എവരി പിവട്ട് എലമെന്റ് ഈസ് 1. പിവട്ട് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോസിന്റെ അകത്തെ കോളത്തിന്റെ അകത്തെ ബാക്കി എൻട്രീസ് എല്ലാം 0 ആണ്. സോ ദിസ് മെട്രിക്സ് ഈസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള മെട്രിക്സ് ആണ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 1 0 0 1 0 0 0 0 ഇങ്ങനെ മെട്രിക്സ് ആണെങ്കിൽ ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലല്ല. കാരണം ഇവിടുത്തെ ഫസ്റ്റ് ലീഡിങ് എൻട്രി 1 അല്ല, ഒന്നാമത്തെ പ്രശ്നം. 2, സെക്കൻഡ് ലീഡിങ് എൻട്രി 1 ആണെങ്കിലും 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൻ്റെ അകത്ത് എന്തില്ല? 0 ഇല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ്. ഓക്കെ, ഇവിടെയും നമ്മൾ ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ മെട്രിക്സിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസിന്റെ എണ്ണമാണ് സാധാരണയായിട്ട് നമ്മൾ റാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലോ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോ ആക്കി കഴിഞ്ഞാൽ it is easy to find the rank of the matrix. Now, this definition of row reduced echelon form can be restated as a matrix is in row reduced echelon form if all non-zero rows should be above and all zero rows should be below non-zero rows. Second condition, the first non-zero entry, in every row should be 1 and the column containing 1 has only zeros. Okay,
ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സും ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. സോ അത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായിരിക്കും. ഓക്കെ, സോ എല്ലാ നോൺ സീറോ റോസും മുകളിലായിരിക്കണം, സീറോ റോസ് എല്ലാം താഴെ ആയിരിക്കണം. രണ്ട് നോൺ സീറോ റോസിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എപ്പോഴും 1 ആയിരിക്കണം. 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0 ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സും റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദ തിയറി ഈസ് ദാറ്റ് ഇഫ് എ മെട്രിക്സ്, this is the result which we use, if a matrix A is in row reduced echelon form or row echelon form, then the number of non-zero rows of the matrix is the rank. ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോ റോ എക്കലോൺ ഫോമിലോട്ടോ കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസിൻ്റെ എണ്ണമാണ് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റിസൾട്ട് വിച്ച് വി ആർ ഗോയിങ് ടു ഡു. അപ്പോൾ നമ്മളൊരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ the process is that convert that matrix, okay, into row reduced or row echelon form, okay, then calculate the number of non-zero rows. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So in order to find the rank, okay, so matrix A is given, convert A into what? Row reduced echelon form or row echelon form. Simplified രൂപത്തിലാണ് എഴുതുന്നത്, തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നു. യൂസിങ് എന്ത്? എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് and count the number of non-zero rows. This number of non-zero rows should be the rank. Okay, ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്. Now there's an important thing. Okay, so keep this thing in mind. In order to convert a matrix into row reduced echelon form or row echelon form, we don't use column transformation. Okay, or in other words, we only use row transformation. Okay, നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് കാനോണിക്കൽ ഫോമിലോ അല്ലെങ്കിൽ റോ എക്കിലോൺ ഫോമിലോ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണയായിട്ട് കോളൺ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യാറേയില്ല. നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കോളൺ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ദ മെട്രിക്സ് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ convert the matrix. Okay, so keep these things in mind. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് ദ റാങ്ക്, if the matrix is in row reduced echelon form or row echelon form, then the rank of a matrix is the number of non-zero rows. Okay, so in order to find the rank of a particular matrix, first convert the matrix into row reduced echelon form or row echelon form and then count the number of non-zero rows. Okay, also keep in mind that we don't use column transformations for converting a matrix into row reduced echelon form or row echelon form. We only use what? Row transformation. These are the things. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട തിയറി. Now let us move on to some problems. Obtain the row equivalent canonical matrix
which is the റോ റെഡ്യൂസ്ഡ് കാനോണിക്കൽ ഫോമോ റോ എക്ലോൺ ഫോമോ ഇതിനെ തന്നെയാണ് നമ്മൾ ഈ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫൈൻഡ് ദ റാങ്ക്. Okay, the matrix is A is equal to matrix 1 1 1 2 2 1 minus 3 minus 6 3 minus 3 1 2. ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം യൂസിങ് റോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, റോ ഇക്വലന്റ് കാനോണിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റാങ്ക് കണ്ടുപിടിക്കും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ്, സോ വി റൈറ്റ് ദ സ്റ്റെപ്പ് ആസ് വെൽ. സ്റ്റെപ്പ് 1, നമ്മൾ ഇത് ചെയ്യുന്ന സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ചെക്ക് വെദർ all the 0 rows are at the last. Okay, if not, change them. Okay, so interchange them, that's the better word. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെട്രിക്സിൻ്റെ അകത്തെ 0 റോസ് എല്ലാം ലാസ്റ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ആ മെട്രിക്സിൻ്റെ ലാസ്റ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ലാസ്റ്റിലല്ലെങ്കിൽ അവയെല്ലാം ഇന്റർചേഞ്ച് ചെയ്ത് ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നോൺ സീറോ റോസിനെ ടോപ്പിലേക്ക് കൊണ്ടുവരിക. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ എല്ലാ റോസും നോൺ സീറോ റോസ് ആണ്. സോ 0 റോസ് ഒന്നുമില്ല. സോ ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, നൗ ദ സ്റ്റെപ്പ് 2 ഈസ് ചെക്ക് വെദർ the leading non-zero entry in the first row is 1 or not. If it is not 1, okay, convert it to 1. This is the next step. Okay, അതായത് ഫസ്റ്റ് റോയിലെ ലീഡിങ് നോൺ സീറോ എൻട്രിയിലെ പിവറ്റ് എൻട്രി നോക്കുക. ആ പിവറ്റ് എൻട്രി എന്താണെന്ന് നോക്കുക. 1 ആണോ നോക്കുക. 1 ആണെങ്കിൽ കുഴപ്പമില്ല, 1 അല്ലെങ്കിൽ അതിനെ 1 ആക്കുക. യൂഷ്വലി 1 ആക്കാൻ വേണ്ടി നമ്മൾ ആ നമ്പർ ഇവിടെ 10 ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിനെ 1 ആക്കുന്നത്. സോ ഇവിടെ ലീഡിങ് നോൺ സീറോ എൻട്രി പിവറ്റ് എലമെന്റ് 1 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3, convert all the other entry in the column containing 1 to 0 using this one. Okay, അതായത് പിവറ്റ് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോസിന്റെ അകത്തെ ബാക്കി എല്ലാ എൻട്രീസും എന്താക്കുക, 0 ആക്കുക. ആ കോളത്തിന്റെ അകത്തെ ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കുക. അത് ഈ 1 വെച്ചിട്ട് വേണം താഴത്തെ എൻട്രീസ് എല്ലാം എന്ത് ചെയ്യാൻ, 0 ആക്കാൻ. ഓക്കെ, സോ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സെക്കൻഡ് റോയിലെ 2നെ 0 ആക്കാൻ വേണ്ടി ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, സോ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റോ R2നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, R2നെ ചേഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് റോയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ R2 മൈനസ് 2 ഇൻറ്റു R1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ്, ഇതിനെ നമുക്ക് ബ്രാക്കറ്റിൽ R21 മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തേർഡ് റോയ്ക്കകത്തെ ഈ 3 എന്ന് പറഞ്ഞ എലമെന്റ് 0 ആകണം. അതിനെ ഫസ്റ്റ് റോയ്ക്കകത്തെ ഈ എലമെന്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. സോ R3 ഷുഡ് ബി ഈക്വൽ ടു R3 മൈനസ് 3 ആവും. എപ്പോഴും ഈ പിവറ്റ് എലമെന്റ്സ് വെച്ചിട്ട് താഴത്തെ എലമെന്റ്സ് 0 ആക്കാവും. സോ ദിസ് ഈസ് ക്യാൻ ബി R31 മൈനസ് 3. ഓക്കെ, നമുക്കത് കൺവേർട്ട് ചെയ്യാം. സോ ദ മെട്രിക്സ് ബിക്കംസ്, ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. സോ 1 1 1 2. താഴത്തെ ഇത് രണ്ടും 0 ആയിപ്പോയി. ഓക്കെ, ഇനി ബാക്കി എൻട്രീസ് നമുക്ക് വ്യത്യാസം വരുത്താം.
സോ നമ്മൾ സെക്കൻഡ് എൻട്രി എടുക്കുക. സോ 1 ചേഞ്ച് ചെയ്ത് 1 minus 2 into corresponding entry. So 1 minus 2 into 1, which is actually minus 1. So this entry becomes minus 1. ഇവിടെ നെക്സ്റ്റ് എൻട്രി is minus 3. So minus 3 minus ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചു. 2 into 1, which is minus 5. Okay, which is being done. അടുത്തത് നെക്സ്റ്റ് എൻട്രി is minus 6. So minus 6 minus 2 into 2. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് 6 ആയിട്ട് കുറയ്ക്കുക, വിച്ച് ഈസ് ആക്ച്വലി മൈനസ് 10. സോ വിച്ച് ഈസ് മൈനസ് 10. ഓക്കെ, സോ ആ റോയ്ക്കകത്ത് എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഈ എൻട്രി 0 ആയി. അടുത്തത് ഈ എൻട്രിയെ നമ്മൾ ചെയ്യുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുമായിട്ട് കുറയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മൈനസ് 3, സോറി, നെക്സ്റ്റ് ഈസ് minus 3 into 1, minus 3 into 1, which is actually minus 6. So this entry becomes minus 6. This is 1 minus 3 into 1, 3 into 1, which is 1 minus 3 is minus 2. Next is 2 minus 3 into 2, that is 2 minus 6, which is minus 4. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സെക്കൻഡ് റോസിന് റിപ്പീറ്റ് ചെയ്യുക, തേർഡ് റോസിന് റിപ്പീറ്റ് ചെയ്യുക, അൺടിൽ ദ മെട്രിക്സ് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു റോ ഇക്വലോൺ ഫോം. ദാറ്റ്സ് അവർ പ്രോസസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എൻട്രി 1 ആയി, അതിൻ്റെ താഴത്തെ എല്ലാം 0 ആയി. ഇനി അടുത്ത സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി ഷുഡ് ബി വാട്ട് 1 ആയിരിക്കണം. ഓക്കെ, ഇനിയും എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് എൻട്രിയുടെ റൈറ്റ് സൈഡിൽ മാത്രമേ സെക്കൻഡ് റോയിലെ പിവറ്റ് എലമെന്റ്സ് വരാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതാകുന്ന രീതിയിൽ വേണം എപ്പോഴും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ. ഓക്കെ, സോ നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി വിച്ച് ഈസ് മൈനസ് 1, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സെക്കൻഡ് റോയെ ത്രൂ ഔട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഇത് 1 അല്ല, സോ 1 ആക്കാൻ വേണ്ടി -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് R2 implies R2 into -1 or R2 minus 1. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 1 1 1 2. സെക്കൻഡ് റോ എല്ലാ എൻട്രീസും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 1 5 10. തേർഡ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 0 -6 -2 -4. ഓക്കെ, സോ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് പിവറ്റ് എലമെന്റ് 1 ആയി. ഇനിയും ചെയ്യേണ്ടത് ആ പിവറ്റ് എലമെന്റ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രീസ് എല്ലാം എന്താക്കുക, 0 ആക്കുക. ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് convert all the other entries in the column containing pivot element as 0. So the previous matrix was 1 1 1 2 0 1 5 10 0 1 5 10 0 -6 -2 -4 0 -6 -2 -4. ഓക്കെ, ഈ 1 വെച്ചിട്ട് വേണം മേളിലും താഴെ 0 ആക്കാൻ. ഓക്കെ, 1 വെച്ചിട്ട് 0 ആക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഈ R1നെ ഈ 1ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ we get the answer. So R1 is being converted as R1 minus R2, or this is R12 minus 1. ഇനി ഇത് 0 ആക്കുന്നത് ഈ -6 ഈ 1 കൊണ്ട് 0 ആക്കണം. സോ ഈ സെക്കൻഡ് റോയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഈ റോയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ ഇത് 1 × 6 6 ആകും. 6 + -6 is 0. So R3 third row is actually R3 plus 6R2 or R32 6. Okay, so this is actually
നമുക്ക് സെക്കൻഡ് റോ അതുപോലെ തന്നെ എഴുതാം 0 1 5 10 കാരണം നമ്മൾ സെക്കൻഡ് റോയ്ക്കകത്ത് ഒരു ചേഞ്ച് വരുത്തുന്നില്ല. ഫസ്റ്റ് റോയ്ക്കകത്ത് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഫസ്റ്റ് റോയിലെ എലമെന്റ് മൈനസ് സെക്കൻഡ് റോയിലെ കറസ്പോണ്ടിങ് എലമെന്റ്. സോ ഹിയർ 1 മൈനസ് 0 വിച്ച് ഈസ് 1. ഹിയർ 1 മൈനസ് 1 വിച്ച് ഈസ് 0. ഹിയർ 1 മൈനസ് 5 വിച്ച് ഈസ് മൈനസ് 4. ഹിയർ 2 മൈനസ് 10 വിച്ച് ഈസ് മൈനസ് 8. ഓക്കെ, ഇവിടെ തേർഡ് റോയ്ക്കും വ്യത്യാസം വരുത്തുന്നുണ്ട്. തേർഡ് റോ സെക്കൻഡ് റോയ്ക്കകത്തെ എലമെന്റ്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. സോ 6 ഇൻറ്റു 0 പ്ലസ് 0 വിച്ച് ഈസ് 0. 6 ഇൻറ്റു 1 പ്ലസ് മൈനസ് 6 ഈസ് 0. 6 ഇൻറ്റു 5. സോ 6 ഇൻറ്റു 5 പ്ലസ് മൈനസ് 2 which is 28. Okay, next is 6 into 10 plus minus 4. 6 into 10 plus minus 4 which is 56. Okay, this is what we have done. അപ്പം നമുക്ക് ഫസ്റ്റ് റോയിലെ പിവറ്റ് എലമെന്റ് 1 ആയി, അതിന്റെ താഴെ എല്ലാം 0 ആയി. അതിന്റെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് റോയിലെ പിവറ്റ് എലമെന്റ് 1 ആയി, അതിന്റെ താഴത്തെ മേളത്തെയും കോളത്തെ എല്ലാ എലമെന്റ്സും 0 ആയി. Now moving on to the third row. തേർഡ് റോയ്ക്കകത്തെ പിവറ്റ് എലമെന്റ് 1 ആയിരിക്കണം. ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. ഹിയർ ഇറ്റ് ഈസ് നോട്ട് 1. സോ ഹിയർ ഇറ്റ് ഈസ് 28. അപ്പോൾ ത്രൂ ഔട്ട് 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ സ്റ്റെപ്പ് തന്നെ എല്ലാ റോസിനും റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ്സ് എ പ്രോസസ്. ഓക്കെ, സോ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ സോ R3 implies R3 by 28 or R3 of 1 by 28 ചെയ്യുമ്പോൾ ദിസ് മെട്രിക്സ് ബിക്കംസ് ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല, സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമില്ല, തേർഡ് റോയ്ക്ക് 0 0 1 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഈ പിവറ്റ് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോസ് കോളത്തിന്റെ ബാക്കി എൻട്രീസ് 0 ആയിരിക്കണം. സോ ഈ 5 0 ആകണം, ഈ മൈനസ് 4ഉം 0 ആകണം, ഈ 1 വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം 0 ആക്കാൻ. സോ ദ പ്രോസസ് ഈസ് ഇതിനെ നമുക്ക് R2വിനെ നമുക്ക് R2 മൈനസ് 5 ഇൻറ്റു R3 ചെയ്താൽ അത് 0 ആകും. കാരണം ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് കുറച്ചാൽ 5 മൈനസ് 5 ബിക്കം 0. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുമായിട്ട് ആഡ് ചെയ്താൽ ദിസ് ബിക്കം 0. സോ R1 ഇംപ്ലൈസ് R1 പ്ലസ് 4R3 or this is R23 minus 5 symbolic ആയിട്ട് എഴുതുന്നത്, or this is R134. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം വരും? സോ ദ മെട്രിക്സ് ബിക്കംസ് സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസം, തേർഡ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. സോ 0 0 1 2. ഈ റോയ്ക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും തേർഡ് റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. സോ 0 ഇൻറ്റു -5 പ്ലസ് 0 വിച്ച് ഈസ് 0. 0 ഇൻറ്റു -5 പ്ലസ് 1 വിച്ച് ഈസ് 1. 1 ഇൻറ്റു 5 1 ഇൻറ്റു -5 പ്ലസ് 5 ദാറ്റ് ഈസ് -5 പ്ലസ് 5 വിച്ച് ഈസ് 0. ദിസ് ഈസ് 2 into 5 minus 10. 2 into 5 is 10. 10 minus 10 is 0. Okay. So next this ഈ എൻട്രി നോക്കുക. ഇതിനെ നമ്മൾ കിട്ടുന്നത് ഈ റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ 0 into 4 plus 1 which is 1. 0 into 0 plus 0. 0 into 4 plus 0 which is 0. 1 into 4 minus 4 that is 4 minus 4 which is 0. 2 into 4 നമുക്ക് കിട്ടുന്നത് 2 into 4 plus 4 minus 8 എന്ന് കിട്ടും. -8 plus 8 എന്ന് കിട്ടും which is 0. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയ മെട്രിക്സ് 1 0 0 0 0 1 0 0 0 0 1 0. അപ്പോൾ നമുക്ക് നോക്കുക, ഇത് റോ എക്ലോൺ ഫോമിലാണ്. പിവറ്റ് എലമെന്റ്സ് ഫസ്റ്റ് റോയിലെ പിവറ്റ് എലമെന്റ്സ് റൈറ്റ് സൈഡിലാണ്, സെക്കൻഡ് റോയിലെ പിവറ്റ് എലമെന്റ് അതിന്റെ റൈറ്റ് സൈഡിലാണ്, തേർഡ് റോയിലെ പിവറ്റ് എലമെന്റ്. പിവറ്റ് എലമെന്റ്സ് എല്ലാം 1 ആണ്. പിവറ്റ് എലമെന്റ്സിന്റെ താഴെയുള്ള ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന്റെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. 0 റോസ് എല്ലാം ഏറ്റവും ലാസ്റ്റ് ആണ്. ഇവിടെ 0 റോസ് ഒന്നുമില്ല. സോ ദിസ് മെട്രിക്സ് ഈസ് ഇൻ റോ എക്ലോൺ ഫോം. ഓക്കെ, സോ the last matrix is in row echelon form, row reduced echelon or row reduced canonical form. ഇനി അതിന്റെ നമ്പർ ഓഫ്
നോൺ സീറോ റോസിൻ്റെ എണ്ണമാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് റോ നോൺ സീറോ ആണ്, സെക്കൻഡ് റോ നോൺ സീറോ ആണ്, തേർഡ് റോ നോൺ സീറോ ആണ്. ഓക്കെ, സോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. ദിസ് ഈസ് ദ മെത്തേഡ്. എപ്പോഴും 2-3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ഈ സ്റ്റെപ്പുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ആദ്യം എല്ലാ നോൺ സീറോ റോസും മുകളിലാണോ നോക്കുക. 2, നോൺ സീറോ റോസിൻ്റെ അകത്തെ ഫസ്റ്റ് നോൺ സീറോ എൻട്രിയിലെ പിവട്ട് എലമെന്റ് 1 ആക്കുക. 3, പിവട്ട് എലമെന്റ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രീസിലും 0 ആക്കുക. ഈ പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ റോസിലും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം യൂസ് ചെയ്യുക, സ്റ്റെപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.